സത്യസ്വരൂപനാം സദ്ഗുരുദേവനാൽ സ്ഥാപിച്ച യജ്ഞമാം താരാസ്തുതി. സത്യസ്വരൂപനാം സദ്ഗുരുദേവനാൽ സ്ഥാപിച്ച യജ്ഞമാം താരാസ്തുതി. സത്യസ്വരൂപൻ എഴുന്നള്ളി നിന്നുകൊണ്ട് ഇന്നും നടത്തുന്നു താരാസ്തുതി. സത്യസ്വരൂപൻ എഴുന്നള്ളി നിന്നുകൊണ്ട് ഇന്നും നടത്തുന്നു താരാസ്തുതി. ദേവന്മാർ ദേവിമാരൊത്തുചേർന്നു സത്യസ്വരൂപനെ പൂജിക്കുന്നു. ദേവന്മാർ ദേവിമാർ ഒത്തുചേർന്നു സത്യസ്വരൂപനെ പൂജിക്കുന്നു. കോടാകോടി ദൂതരൊത്തുചേർന്നു സത്യസ്വരൂപനെ പൂജിക്കുന്നു. കോടാകോടി ദൂതർ ഒത്തുചേർന്നു സത്യസ്വരൂപനെ പൂജിക്കുന്നു. മഹത്തായ യജ്ഞമതിൽ ഭക്തരെ ചേർത്തു നിലനിർത്തുന്നു. മഹത്തായ യജ്ഞമതിൽ ഭക്തരെ ചേർത്ത് നിലനിർത്തുന്നു. സത്യമറിയിച്ചു ശുദ്ധവൃത്തി ചെയ്തു സത്യസ്വരൂപൻ നിലനിർത്തുന്നു. സത്യമറിയിച്ചു ശുദ്ധവൃത്തി ചെയ്തു സത്യസ്വരൂപൻ നിലനിർത്തുന്നു. കരുണാനിധേ എൻ്റെ കരുണാനിധേ അങ്ങേ കരുണയാണെൻ്റെ ജന്മം. കരുണാനിധേ കരുണാനിധേ അങ്ങേ നിയമങ്ങളാകുന്നു ഏഴയാം എൻ്റെ കർമ്മം. മഹാകാരുണ്യവാനായ ദൈവം ലോകത്തിൽ മർത്യജന്മങ്ങളുടെ നിത്യമോക്ഷത്തിനായി ആ കാരുണ്യത്തോടെ സ്ഥാപിച്ച ദിവ്യമായ ആദർശമാണ് ആത്മബോധോദയ സംഘം. ഇന്ന് ഈ സന്നിധാനത്തിനുള്ളിലിരിക്കുന്ന ഇന്ന് ആദ്യമായി വന്ന ചുരുക്കം ചിലരൊഴിച്ച് ബാക്കി എല്ലാവരും ഈ മഹാഭാഗ്യത്തിന് അവകാശികളായി തീർന്നവരാണ്. ഇന്ന് വന്നു ചേർന്നവർക്ക് ആ ഭാഗ്യം ഉണ്ടാകുവാനും ആദർശത്തിൽ പുൽജീവിക്കുവാനും ഈശ്വരൻ അവസരം ഒരുക്കട്ടെ. അപ്രകാരം ആദർശ സന്താനങ്ങളായി ജീവിക്കുന്ന ഓരോരുത്തരും ഓരോ നിമിഷവും ചിന്തിക്കേണ്ടുന്നത് ദൈവം അനുവദിച്ചു തരുന്ന മഹാകാരുണ്യങ്ങളെ കുറിച്ചായിരിക്കണം എന്ന് എപ്പോഴും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്. കാരണം ആ ഓർമ്മയില്ല എങ്കിൽ അവിടെ നന്ദികേട് സംഭവിക്കുന്നു, തിന്മ വർദ്ധിക്കുന്നു. നന്മ അറിയാത്തവർക്ക് നന്ദിയില്ല ഒരിക്കലും എന്നൊരു കീർത്തനത്തിൽ പാടിയിട്ടുണ്ട്.
അപ്പോൾ നന്ദി ഇല്ലാതെ പോയാൽ എന്തായിത്തീരും? തിന്മ സ്വാഭാവികമായി വർദ്ധിക്കുകയാണ്. തിന്മ വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ലോകത്തിൽ നിന്ദ്യന്മാരായി പോകും. ആർക്കും ഇഷ്ടമല്ലാത്ത, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഭാവത്തിലേക്ക് അവരുടെ ജീവിതം വളർന്നു വരും. അതുകൊണ്ട് ലോകത്തിനും പ്രയോജനമില്ല, അവർക്കും പ്രയോജനമില്ലാതെ ഭവിക്കും. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്? എപ്പോഴും നന്ദി ഉള്ളവരാകണം. നാം നന്മയെ അറിഞ്ഞിടണം. അങ്ങനെ നിഷ്കളങ്ക സ്വരൂപനാകുന്ന ദൈവം തന്ന ജന്മത്തെ ആദ്യം തിരിച്ചറിയണം. ഈ ജന്മം ലോകത്തിൽ നിലനിർത്തുവാനായി പ്രകൃതിയിൽ ഒരുക്കിയിരിക്കുന്ന എല്ലാ വിഭവങ്ങളും ആ കാരുണ്യമാണെന്ന് തിരിച്ചറിയണം. അങ്ങനെ നിമിഷം തോറും നടക്കുന്ന ഓരോ കർമ്മങ്ങളും ആ കാരുണ്യമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒരു മനുഷ്യൻ പൂർണ്ണനാവുകയാണ്. അങ്ങനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ പൂർണ്ണനാവുകയാണ്. ആ മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് പുരുഷത്വത്തിലേക്ക് എത്തിച്ചേരുന്നത്. അവിടെയാണ് പുരുഷത്വം എന്ന് പറയുന്നത് ധീരതയാണ്. അത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഉള്ളതാണ്, പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല. നന്മയെ അറിഞ്ഞ് മനുഷ്യനായി ഉയർന്നു നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ധീരത വർദ്ധിക്കുന്നു. അപ്പോൾ പുരുഷത്വം ഉണ്ടാകുന്നു. ആ ധീരതയുടെ കർമ്മഫലമായി അപ്പോൾ ഭയമില്ലാത്ത അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റും ചെയ്യുന്നതിന് ഭയമില്ല എന്നല്ല, ഭയമുണ്ടാകാത്ത അവസ്ഥയിൽ ജീവിതം ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. കാരണം ആരെയും ഭയക്കേണ്ട ആവശ്യം വരുന്നില്ല. സത്യം പാലിച്ച് ജീവിക്കുന്നവർക്ക്, നിയമം പാലിച്ച് ജീവിക്കുന്നവർക്ക് ആരെയും ഭയക്കേണ്ടെന്ന് ആവശ്യമില്ല. സത്യം പാലിച്ച് ഞാൻ ജീവിക്കുന്നുണ്ട്, പിന്നെ ഞാൻ ആരെ ഭയപ്പെടേണ്ടു? അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെ ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് കർമ്മങ്ങൾ തുടരുമ്പോൾ അത് ഉന്നതമായ കർമ്മമായി വരികയും അതിന് ഫലം വർദ്ധിക്കുകയും ആ പുരുഷത്വത്തെ ഈശ്വരത്വമായി ആവിർഭവിക്കുകയും ചെയ്യും. ഇതാണ് ഒരു ജന്മം കൊണ്ട് ഒരു മനുഷ്യൻ പൂർത്തീകരിക്കേണ്ടത്. ഇത് പൂർത്തീകരിക്കുവാൻ വേണ്ടുന്ന വഴികൾ അതാണ് കരുണാനിധേ അങ്ങേ നിയമങ്ങളാകുന്നു ഏഴയാം എൻ്റെ കർമ്മം. ജന്മവും കർമ്മവും പൂർത്തീകരിക്കപ്പെടുമ്പോൾ പിന്നെ എന്താണ് ആയിത്തീരുന്നത്? ഈശ്വരത്വം പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നെ എന്താണ് ആയിത്തീരുന്നത്? ഈശ്വരൻ ഗുരുവായിട്ടവതരിച്ചു ആത്മാവിൽ അധിവാസം ചെയ്തിടുന്നു. ആത്മീയത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് സുപരിചിതമാണ് അനേകം വാക്കുകൾ. അത് പുരാണങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആത്മീയ സാധകന്മാർ പറയുകയോ ചെയ്യുന്നത് പോലെ വെറുതെ പറഞ്ഞു പോകാനുള്ളതല്ല. അതിനെല്ലാം കൃത്യമായ അർത്ഥമുണ്ട്, കൃത്യമായ സ്ഥാനമുണ്ട്. അത് തിരിച്ചറിയുമ്പോഴേ ഈ കീർത്തനങ്ങളുടെയൊക്കെ ഉള്ളടക്കം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് ഉപദേശം കൃത്യമായി പഠിച്ചിട്ടുള്ളവർക്ക് കൂടുതൽ അത് പരിചയമാകും. കാരണം ഒരു വാക്ക് തന്നെ പലയിടങ്ങളിൽ പല രൂപത്തിൽ പ്രയോഗിക്കുന്നത് ഒരു വാക്കെന്ന് തോന്നുന്നതാണ്, പക്ഷെ ഒന്നല്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിലൊക്കെ ഉണ്ട്. ഈശ്വരൻ എന്ന് പറയുന്നതും സർവേശ്വരൻ എന്ന് പറയുന്നതും ഒന്നാണ് എന്നാണ് നമ്മുടെ ധാരണ. അതൊന്ന് തന്നെയാണ്. പക്ഷേ അത് പരബ്രഹ്മസ്വരൂപവും ഒരു അവതാരവും പോലുള്ള വ്യത്യാസമുണ്ട്. പരബ്രഹ്മസ്വരൂപവും ഒരു അവതാരവും പോലെയുള്ള വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? സർവേശ്വരൻ എന്ന് പറയുന്നതും ഈശ്വരൻ എന്ന് പറയുന്നതും തമ്മിൽ പരബ്രഹ്മസ്വരൂപവും അവതാരവും എന്ന് പറയുന്നത് പോലുള്ള വ്യത്യാസമുണ്ട്. താൻ തന്നെയാണ് അവതാരം എടുത്തത്, പക്ഷേ രൂപം ധരിച്ചു വന്നതാണ്. അതുപോലെ രൂപം ധരിച്ചതാണ് ഈശ്വരൻ. സർവേശ്വരൻ എന്ന് പറയുന്നത്
സർവത്തിൻ്റെയും ഉയിരായി നിൽക്കുന്ന വസ്തുവാണ്. ഇതുപോലെ ഓരോ വാക്കുകൾക്കും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളൊക്കെ കൃത്യമായി പഠിച്ചെങ്കിലേ ഇതൊക്കെ കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ഈശ്വരൻ ഈ വരിയുടെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കുന്നവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം കൂടി ചേർത്ത് ബന്ധിച്ച് ചിന്തിച്ചാൽ കൃത്യമായി മനസ്സിലാകും. എങ്ങനെയാണ് ഒരു ജന്മം പൂർത്തീകരിക്കുന്നത് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മനുഷ്യത്വം, പുരുഷത്വം, ഈശ്വരത്വം, അത് കഴിഞ്ഞിട്ട് ദൈവത്വമായി മാറുകയാണ്. ആ ഈശ്വരത്വത്തിൽ നിൽക്കുമ്പോഴാണ് ഈ കീർത്തനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് കീർത്തനത്തിന്റെ വരി? ഈശ്വരൻ തെളിയിക്കാൻ, ഇതൊക്കെ അനുഭവമാക്കാൻ വന്നു വാഴുന്നത് ആരാണ്? അതാണ് ചിന്തിക്കേണ്ടത്. ഇത് വെറുതെ ഒരാളിന് പറയാൻ പറ്റുന്നതോ അനുഭവപ്പെടുത്താൻ പറ്റുന്നതോ ആയ കാര്യമല്ല. ഒരു കാരണവശാലും അനുഭവപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ല. പലർക്കും പലതും പറയാം, പല രീതിയിൽ പല അഭിപ്രായങ്ങളും കാണിക്കാം, പല വിക്രിയകളും കാണിക്കാം. അതൊന്നും ആനന്ദത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുകയില്ല. അത് കൃത്യമായും ഒരാത്മാവിലേക്ക് അവതരിപ്പിക്കപ്പെടണമെങ്കിൽ അറിവാകുന്ന ഗുരു തന്നെ വന്ന് തെളിയിച്ച് ഈ പടികളിലൂടെ ഇവനെ ഉയർത്തിയെടുക്കണം. അങ്ങനെ അനുഭവമാക്കിയിട്ടാണ് നിങ്ങളിലേക്ക് ഈ കീർത്തനം പോലും അവതരിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അറിവിൻ്റെ ഇരിപ്പിടം ഗുരുവാകുന്നു. സൽക്കർമ്മം ചെയ്ത് ഉയർന്ന് പടിപടിയായി ഉയർന്ന് ഈശ്വരനായി ഗുരുരൂപത്തെ അകതാൽ കാണുമ്പോൾ എന്താണ് അവിടെ സാധിക്കുന്നത്? ഗുരുരൂപമകതാരിൽ തെളിഞ്ഞു കണ്ട ആരാധ്യരൂപമെന്ന് ബോധ്യമാകും. ആരെയാണ് ബോധ്യപ്പെടുന്നത്? സ്വന്തം ആത്മാവ് കൊണ്ട് ആത്മാവിനെയാണ് ബോധ്യപ്പെടുന്നത്. ആത്മാവാണ് ഉയരുന്നത്. ഗുരു അറിയിക്കുന്ന അറിവിൽ കൂടി വളർന്നുയരുന്നത് ആരാണ്? ആത്മാവ് തന്നെയാണ്. ആ ആത്മാവിലാണ് ഈശ്വരൻ ഗുരുവായിട്ട് അവതരിക്കുന്നത്. ആ അവതാരം ഗുരുരൂപമായി കാണുമ്പോൾ ഗുരുരൂപമകതാരിൽ തെളിഞ്ഞു കണ്ട
തെളിവിൽ നിന്നുകൊണ്ട് ജ്ഞാനത്തെ ആത്മലോകത്തിന് ഒഴുക്കി കൊടുത്തു എന്ന് പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്യുന്ന എൻ്റെ ഓമന സന്താനങ്ങളെ, ഈ 10 വരിക്കുള്ളിൽ ഉള്ളടക്കമായിരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ജന്മവും ജന്മാന്തരവും തെളിയിച്ച് ജന്മങ്ങളെ ജന്മമോക്ഷത്തിന് അവകാശികളാക്കി തീർത്ത് ആനന്ദത്തിൽ ചേർക്കുന്ന നിത്യാനന്ദരൂപനാകുന്ന ദൈവത്തിൻ്റെ മഹാകാരുണ്യമല്ലേ ഇതെല്ലാം? അങ്ങനെ ചിന്തിച്ചാൽ അന്തമില്ലാത്ത മഹാകാരുണ്യത്തെ ഒഴുക്കി ഈ ലോകത്തിൽ അധിവാസം ചെയ്യുന്ന ജഗദീശ്വരൻ്റെ ജന്മനക്ഷത്ര മഹോത്സവമാണ് 2 ആഴ്ച മുൻപ് വരെ നമ്മൾ ആഘോഷിച്ചത്. 10 ദിനങ്ങളിലാണ്. ഉന്നതമായ ആനന്ദമായ അവസ്ഥ, വർണ്ണിച്ചാൽ തീരാത്ത അവസ്ഥ. എത്ര വർണ്ണിച്ചാലും നമുക്ക് മതി വരികയില്ല. കാരണം ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചത് പൂരം തന്നെയായിരുന്നു. അങ്ങനെ സമ്മതിക്കുന്നവരാരെങ്കിലും കൂട്ടത്തിലുണ്ടോ? നിങ്ങൾ അനുഭവിച്ചത് ആനന്ദം, പൂർണ്ണപൂരം അനുഭവിച്ചു എന്ന് സമ്മതിക്കുന്നവരാണോ? എന്നാൽ കൈയടിച്ചു കേട്ടോ. ആനന്ദം അനുഭവിച്ചു നടത്തിയ പുണ്യപൂരത്തിന് നമുക്ക് നന്ദി പറയാം. വീണ്ടും 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 നന്ദി പറയാം. അവതാര ഗുരുവിൻ്റെ കാരുണ്യം അടിയനിൽ പകരുന്ന ആനന്ദം.
സ്വരൂപനായ ഗുരുവിന്റെ നിഷ്കളങ്ക സ്വരൂപനാകുന്ന ബ്രഹ്മഗുരുവിന്റെ മഹാകാരുണ്യത്തെ ചിന്തിച്ചും ബന്ധിച്ചും മഹാകാരുണ്യത്തെ ചിന്തിച്ചും ബന്ധിച്ചും ഓരോ ആത്മാവും ജീവിതം ചെയ്യേണ്ടുന്നതിന്റെ ആവശ്യകത, ഓരോ ആത്മാവും ജീവിതം ചെയ്യേണ്ടുന്നതിന്റെ ആവശ്യകത, അതാണ് എല്ലാ ആരാധനകളിലും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് എല്ലാ ആരാധനകളിലും ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് ആരാധന ആരംഭിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. ആരാധന ആരംഭിച്ചപ്പോഴും അത് തന്നെയാണ് വരുന്നത്. കാരണം അത് ഇല്ലാതെ അല്ലെങ്കിൽ അതല്ലാതെ അതില്ലാതെ അതല്ലാതെ ഒന്നും പ്രപഞ്ചത്തിലില്ല. ഒന്നും പ്രപഞ്ചത്തിലില്ല. ആ മഹാകാരുണ്യത്താൽ താൻ ചിന്തിച്ച ചിന്തയാണ് ഈ ലോകമായി ഉളവായത്. ഭഗവാൻ ചിന്തിച്ച ചിന്തയാണ് ഈ ലോകമായി ഉളവായത്. പിന്നെ അതിൽ നിന്ന് വേറിട്ട് എന്തെങ്കിലും എടുക്കാറുണ്ടോ? പിന്നെ അതിൽ നിന്ന് വേറിട്ട് എന്തെങ്കിലും എടുക്കാൻ ഒന്നുമില്ല. തന്നെ താൻ ആലോചിച്ചപ്പോൾ തന്നെ അറിഞ്ഞ അറിവാണ് ആത്മാവായി നിലകൊള്ളുന്നത്. സ്വയം അറിഞ്ഞ അറിവാണ് ആത്മാവായി അപ്പൊ തന്നെത്താൻ അറിഞ്ഞ അറിവ് ആത്മാവായും താൻ സങ്കല്പിച്ച സങ്കല്പം ഈ ലോകമായും നിലകൊള്ളുമ്പോൾ എന്തിനെയാണ് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നത്? കാരുണ്യമല്ലാതെ ഒന്നുമില്ല. ഇപ്പോൾ ആത്മാവായും ശരീരമായും നിൽക്കുന്നത് തന്റെ വക തന്നെയാണ്. അപ്പോ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? എപ്പോഴും ആ കാരുണ്യത്തെ ചിന്തിച്ച് നന്ദിയുള്ളവരായി ജീവിക്കുക. ഇപ്പോൾ നമ്മൾ ഓരോ കർമ്മങ്ങൾ നടക്കുമ്പോൾ നന്ദിപ്പെട്ട് സാക്ഷി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ അവരവരുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നന്ദിപ്പെടുന്നു. അങ്ങനെ എന്തെങ്കിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകേണ്ടതല്ല നന്ദി. അനുവദിച്ചു തരുന്ന ഓരോന്നിനെയും പരിശോധിച്ചറിഞ്ഞ് നന്ദിപ്പെടണം മനുഷ്യൻ. അത് പരിശോധിച്ചറിയുമ്പോഴാണ് നന്മ വളരുന്നത്. അത് പരിശോധിച്ചറിയണമെങ്കിലും അറിവാകുന്ന ആത്മാവ് ഉണർന്നെങ്കിലേ സാധ്യമാവുകയുള്ളൂ. അവിടെയാണ് മായയിൽ മറഞ്ഞിരുന്നുറങ്ങിയ മർത്യനെ ജ്ഞാനസ്വരൂപനാകുന്ന ഗുരു വന്ന് തട്ടി ഉണർത്തുന്നത്. അതുവരെ നല്ലത് ചിന്തിക്കാനുള്ള പ്രാപ്തിയില്ല. അപ്പോൾ പരമാത്മാവാകുന്ന ജഗദീശ്വരൻ അറിയിക്കുന്ന അറിവായി അവതാരമായി വന്ന് അറിയേണ്ടുന്ന അറിവായ ആത്മാവിലേക്ക് ഈ അറിവിനെ പകർന്നു കൊടുക്കുമ്പോൾ അറിയിക്കുന്ന അറിവും അറിയുന്ന അറിവും ഒന്നായി ചേരുമ്പോഴാണ് യഥാർത്ഥമായ അറിവിന്റെ രൂപാന്തരം ഉണ്ടാകുന്നത്. അവിടെ നിന്നുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നന്മയറിയുന്നത്, തിന്മയറിയുന്നത്. തിന്മയെ അറിഞ്ഞുപേക്ഷിച്ച് നന്മയെ സ്വീകരിക്കാനാണ് മനുഷ്യന് ജന്മം തന്നിരിക്കുന്നത്. അല്ലാതെ തിന്മയായതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുകയല്ല വേണ്ടത്. എന്ന് പറഞ്ഞ തിന്മ ഉപയോഗിക്കണമെന്നാണോ? അല്ല. തിന്മയുടെ ദോഷത്തെ ദൂരെ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അനുഭവത്തെ കണ്ടുകൊണ്ട് അതിനെ വർജിക്കണം. അനുഭവമുള്ളവർ പറയുന്നതിനെ വിശ്വസിച്ചുകൊണ്ട് അതിനെ വർജിക്കണം. അങ്ങനെ നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയുന്ന തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, തിന്മയെ ഉപേക്ഷിച്ചു കളയാനുള്ള തീരുമാനം ഉണ്ടാകണം. അവിടാണ് അറിവ് പ്രവർത്തിക്കേണ്ടത്. അറിവില്ലാത്തവർക്ക് തിന്മയെ ഉപേക്ഷിക്കാൻ കഴിയില്ല. തിന്മയെ പാടെ വെടിഞ്ഞ് നന്മയെ സ്വീകരിച്ച് നന്ദിയോടുകൂടി ലോകത്തിൽ ജീവിക്കുവാനാണ് ആത്മബോധോദയ സംഘാംഗങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. അതെന്തെങ്കിലും ഒരു ഗുണാനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമല്ല വേണ്ടത്. എന്നാൽ ഗുണാനുഭവം ഉണ്ടാകുമ്പോൾ ഈ പ്രക്രിയ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നിരന്തരമായത് ചെയ്ത്
നിങ്ങളിൽ നന്ദിയും നന്മയും നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനമാണ് തരുന്നത്. നമ്മളിൽ നന്മയും നന്ദിയും നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനമാണ്. ആ പരിശീലനം മനസ്സിലാക്കണം. ആ പരിശീലനം മനസ്സിലാക്കണം. എന്നിട്ട് എല്ലാത്തിനെയും പരിശോധിച്ചറിഞ്ഞ് നന്ദിപ്പെട്ട് ജീവിക്കണം. എന്നിട്ട് എല്ലാത്തിനെയും പരിശോധിച്ചറിഞ്ഞ് നന്ദിപ്പെട്ട് ജീവിക്കണം. മുൻകാലങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ നിന്ന് ഒരു ഗൃഹനാഥൻ വീട്ടിൽ നിന്ന് ഒരു ഗൃഹനാഥൻ എന്തെങ്കിലും ആവശ്യത്തിന് വെളിയിലേക്ക് പോവുകയാണെന്നിരിക്കട്ടെ. എന്തെങ്കിലും ആവശ്യത്തിന് വെളിയിലേക്ക് പോവുകയാണ്. വൈകുന്നേരമാവും മിക്കവാറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വീട്ടിൽ വന്ന് വിളക്ക് കത്തിച്ചു വെച്ച് അത് ഏത് രാത്രിയിലാന്ന് പറഞ്ഞാലും ആ വിളക്ക് കത്തിച്ചു വെച്ച് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തിരുമുമ്പാകെ ഉണർത്തിച്ച് പോരായ്മകളെല്ലാം ക്ഷമിക്കണമേ എന്നും തന്ന നന്മകളെല്ലാം നന്ദിയോടെ ഓർത്ത് സ്തുതിക്കുന്നു എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ആ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ആ വീട്ടുകാരെല്ലാം വട്ടം കൂടി ഇരുന്ന് ഈ വിശേഷങ്ങളൊക്കെ കേൾക്കും. ഇപ്പോഴത്തെ കൂട്ട് ഓരോരുത്തർക്ക് ഓരോ മുറിയും ഓരോ ലാപ്ടോപ്പും ഓരോ മൊബൈലും ഒന്നുമില്ല. എല്ലാവരും ഒന്നായിട്ടാണ് ഒരു ഭവനത്തിൽ ജീവിക്കുന്നത്. അപ്പോ അച്ഛൻ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ മക്കളും ഭാര്യയും ഒക്കെ ഇത് കേൾക്കാൻ തയ്യാറായിരിക്കുകയാണ്. ആ നടന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുവാനും അതിന്റെ സവിശേഷതകൾ ചിന്തിച്ചു മനസ്സിലാക്കുവാനും ഈ ഗൃഹനാഥൻ പറയുന്ന അനുഭവങ്ങളിലൂടെ ബാക്കിയുള്ളവരും തയ്യാറായിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ നടന്ന് ഒരു 10-15 മിനിറ്റ് നടന്നങ്ങോട്ട് പോയപ്പോ ഒരാള് ഒരു സ്കൂട്ടർ കൊണ്ടുവന്ന് ചാരി നിർത്തി. ഒരു പരിചയമില്ലാത്ത ഒരാളാണ്. അയാൾ പറഞ്ഞു എവിടെ പോവാ എന്ന് ചോദിച്ചു. ചേട്ടൻ എവിടെ പോവാ? ഞാൻ ഇന്നപോലെ വഴിക്ക് പോവാ. എനിക്ക് ഇന്നടത്തോട്ടാ പോകണ്ടെങ്കിലും ഞാൻ ചേട്ടനെ അവിടെ കൊണ്ടുവിടാം. എന്റെ ഭഗവാൻ കൊണ്ടുവന്നതാണ് എന്ന് കണ്ണുനീരോടെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ ഈ ഭാര്യയാകുന്ന സഹധർമ്മിണിക്കും ആ കുഞ്ഞുങ്ങൾക്കും അതൊരു പ്രചോദനമാവുകയാണ്. ഭഗവാൻ കൊടുത്ത അനുഭവം ഇന്നത്തെ തലമുറയിൽ അത് ചിന്തിക്കുക പോലുമില്ല. എന്തുകൊണ്ട്? ആ നന്മ അവർക്കറിയില്ല. ആ നന്ദിപ്പെടാൻ അവർക്കറിയില്ല. ഇതുപോലെ അനേകം കാര്യങ്ങൾ ആ ദിവസം രാവിലെ മുതൽ ആ വീട്ടിൽ വന്ന് കയറുന്നത് വരെയുള്ള ആ നിസാരങ്ങളെന്ന് ഇന്നത്തെ തലമുറയ്ക്ക് തോന്നുന്നതും എന്നാൽ വളരെ ഗൗരവതരമായ കാര്യങ്ങളും അവിടെ ഇരുന്ന് പരസ്പരം പറഞ്ഞ് നന്ദിപ്പെട്ട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് എല്ലാവരും കൂട്ടത്തോടിരുന്ന് കരയും. അപ്പൊ അത് അവിടെ പ്രത്യക്ഷമാവുന്ന ആരാണ്? കൂട്ടം കൂടി ചിന്തിച്ചാൽ കൂടെയുണ്ട് ഗുരുദേവൻ. കൂട്ടം കൂടി കരയുമ്പോൾ അവരുടെ മധ്യത്തിലേക്ക് ഗുരുരൂപം എഴുന്നള്ളുന്നുകൊണ്ട് അത് ആസ്വദിക്കുകയാണ്. അതുകൊണ്ടാണ് ആത്മാവിൽ ആനന്ദം അനുഭവമാകുന്നത്. ഇങ്ങനെ നന്മയെ അറിഞ്ഞ് നന്ദിപ്പെട്ട് ജീവിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് എപ്പോഴും ആവശ്യം. അത് പുതിയതെന്നോ പഴയതെന്നോ ഇല്ല. അത് നിങ്ങളിലേക്ക് പരിശീലിപ്പിക്കുവാനാണ് ഈ ഓരോരുത്തരെയും ഇവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തി സാക്ഷീകരണം ചെയ്യുന്നത്. അല്ലാതെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകളെ കൂടെ ആകർഷിക്കാനുള്ള ഉദ്ദേശമല്ല. ആളുകളെ ആകർഷിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടത് മനുഷ്യാത്മാക്കളുടെ ധർമ്മമാണ്. അതിനിതെല്ലാം ആവശ്യവുമാണ്. എന്നാൽ അതിലെല്ലാം ഉപരി ഈ ഒരു പ്രത്യേക കാര്യം ഇതിൽ ഉള്ളടക്കമായി നിൽക്കുന്നുണ്ട്. എന്താണത്? നന്ദി ഈ ജീവിതം ചെയ്യുക, നന്മയെ പരിശോധിച്ചറിഞ്ഞ് നന്ദിപ്പെടുക. അത് ഏറ്റവും സവിശേഷമായ ഓരോ ആത്മാവിലും നിലനിൽക്കേണ്ടുന്ന ഒരു ഗുണമാണ്. അങ്ങനെ സൽഗുണ സമ്പൂർണനാം സദ്ഗുരുവെ കാണുക.
സൽഗുണങ്ങൾ പകർന്നെടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ നന്മയെ ആരാഞ്ഞറിഞ്ഞ് നന്ദിപ്പെടാനുള്ള ആ പ്രത്യേക ഗുണം ഉണ്ടാകുന്നത്. അതില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ ഒരുക്കി വെച്ചാലും, എത്ര മനോഹരമായ കാര്യങ്ങൾ നടന്നാലും, ഇപ്പോ ഇവിടുന്ന് ഇപ്പൊ ഇങ്ങനെ ആഹാരം കഴിക്കാൻ ഒരാൾ പോവുകയാണെന്നിരിക്കട്ടെ, ഈ നന്മയെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്ത ഒരാളാണ് ഈ പോകുന്നത്. അപ്പൊ അനേകം ആളുകൾ ഈ ആനന്ദത്തിൽ ഇങ്ങനെ മതിമറന്ന് ഓടിപ്പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചതിന് കഴിച്ചോണ്ടിരിക്കുക. അപ്പോ ഈ നന്മ അറിയാത്ത ആളങ്ങോട്ട് ചെല്ലുമ്പോ, അയ്യോ ഇവിടെ ഇത്രയും വളർന്നിട്ടും ഈ ഡെസ്കും കസേര എല്ലാവർക്കും കൊടുക്കാൻ ഇല്ലയോ? ഈ നന്മവശങ്ങളൊന്നും അദ്ദേഹം കാണുകയില്ല, ഈ സൗഭാഗ്യങ്ങളൊന്നും അദ്ദേഹം അറിയില്ല, ഈ ആനന്ദത്തിന്റെ കണിക പോലും കാണുകയില്ല. എന്തുകൊണ്ട്? ഈ തിന്മയെ ചിന്തിച്ച് തിന്മയോട് ബന്ധിച്ച് തിന്മ അറിഞ്ഞാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും സുഖം ഉണ്ടാവുകയില്ല. നന്മയെ ബന്ധിച്ചു ചിന്ത വേണം, അപ്പോൾ അന്ധത മാറുന്നു മാനസത്തിൽ. ചിന്തയാ ചിത്തം തെളിഞ്ഞിടുമ്പോഴുള്ളിൽ സദ്ഗുരു രൂപം തെളിഞ്ഞു കാണാം. അപ്പോൾ നന്മയെ ബന്ധിച്ചും ചിന്തിച്ചും നന്മയുടെ ഉടമസ്ഥനാകുന്ന ജഗദീശ്വരനിലേക്ക് ചേരുവാനുള്ള പരിശീലനമാണ് ഇതിൽ കൂടി നടത്തുന്നത്. അപ്പോൾ നമുക്ക് പോരായ്മകൾ ചകഞ്ഞെടുത്ത് അതിനെ കൂട്ടിവെച്ച് മനസ്സ് പങ്കിലമാക്കി ജഡമോഹാനുരാഗാദികളിൽ കൂടി ജീവിതം ചെയ്ത് പാപകർമ്മങ്ങൾ ചെയ്ത് പാപികളായി അലയാനല്ല, പാപത്തിൽ നിന്ന് വിടുതൽ ചെയ്ത് സ്വർഗത്തിൽ ചേർക്കുവാനാണ്. നന്മയെ ബന്ധിച്ചും ചിന്തിച്ചും ഉന്നതനാകുന്ന ദൈവത്തിങ്കിലേക്ക് ചേരുവാനാണ്. ദൈവം താണിറങ്ങി വന്ന് ആത്മബോധോദയ സംഘം സ്ഥാപിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാപിച്ചതാരാണ്? ആത്മബോധ സ്വരൂപനായ ഗുരുവാണ്. വീണ്ടും തിരിച്ചു വന്നതിനെ പുനരുദ്ധരിച്ചതാരാണ്? ആത്മബോധ സ്വരൂപനായ ഗുരുവാണ്. മാറ്റമില്ലാതെ വാഴുമെന്ന് അറിയിച്ചതാരാണ്? ആത്മബോധ സ്വരൂപനായ ഗുരുവാണ്. മാറി മാറി തിരുവിടലുകളെ സ്വീകരിച്ചുകൊണ്ട് ഇന്നും നിങ്ങളെ കാണുന്നതാരാണ്? ആത്മബോധ സ്വരൂപനായ ഗുരുവാണ്. അങ്ങനെ മാറ്റമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, പരമഗുരു മഹാകാരുണ്യത്തിന്റെ അവർണ്ണനീയമായ അവസ്ഥയെ അറിയാൻ കഴിയും. ഈ ലോകത്ത് എത്രയോ അവതാരങ്ങൾ വന്നു, ഏതെല്ലാം നാമത്തിൽ വന്നു, ഏതെല്ലാം വിധത്തിലൂടെ വാണിരുന്നു. പക്ഷേ അവരാരും പോയിട്ട് തിരിച്ചു വന്ന ഒരു ചരിത്രമില്ല. ക്രിസ്തുദേവൻ വരുമെന്ന് പറഞ്ഞു, വന്നതായിട്ട് എങ്ങും അറിവില്ല. അവരിപ്പോഴും കാത്തിരിക്കുകയാണ്. എന്നാൽ ശുഭാനന്ദ ദിവ്യരൂപം ലോകത്തിൽ
പ്രത്യക്ഷമായി വന്ന് ജന്മാന്തര ജ്ഞാനത്തെ ആത്മലോകത്തിന് പ്രദാനം ചെയ്ത് ജന്മമോക്ഷം ആത്മലോകത്തിൽ അനുഭവമാക്കി ലോകാന്ത്യം വരെ വാഴുവാൻ തീരുമാനം ചെയ്തു. കൽപ്പന പ്രകാരം വീണ്ടും വീണ്ടും ദേഹങ്ങളെ വാഹനമായി സ്വീകരിച്ചുകൊണ്ട് പ്രത്യക്ഷമായി വാഴുന്നു എന്ന് സമ്മതിക്കുന്നവരെന്ന് കൈവർത്തി കണ്ടാക്കണം. മാറ്റമില്ലാത്തവൻ സന്നിധാനത്തിനുള്ളിലും ഇതിന്റെ പരിസര പ്രദേശത്തും ഇരുന്നുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകളെ കേട്ടുകൊണ്ട് നിങ്ങൾ കൈ ഉയർത്തുകയും കൈ അടിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഏത് സമൂഹ മധ്യത്തിലും അത് ഏത് കലുഷിതമായ സാഹചര്യത്തിലും ശങ്കൂറ്റത്തോടുകൂടി ശുഭാനന്ദ ഗുരു മരിച്ചില്ല, ശുഭാനന്ദ ഗുരു മറന്നില്ല, അനുകൂലങ്ങളെ രക്ഷിപ്പാനായി അവതരിച്ചു താൻ വാഴുന്നു. ശുഭാനന്ദ ഗുരു മരിച്ചില്ല, ശുഭാനന്ദ ഗുരു മറന്നില്ല, അനുകൂലങ്ങളെ രക്ഷിപ്പാനായി അവതരിച്ചു താൻ വാഴുന്നു. എന്ന് പറയാനുള്ള കരുത്തുണ്ടാകണം. അതിനാദ്യം എന്ത് വേണം? ഈ അറിവിൽ ആചരിച്ച് വിശ്വാസം ഉറപ്പിക്കണം. വിശ്വാസമില്ലാത്തവർക്ക് ഇത് പറയാൻ കഴിയില്ല. വിശ്വാസമില്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? 10 പേര് ഇങ്ങനെ വഴക്കുകൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷമുള്ള സ്ഥലത്ത് ചെന്നീ നാമം പറയാൻ പോലും ഒരു ഒരുങ്ങുകയില്ല. ഇന്ന പോലെ ഒരാളുണ്ട്, എന്റെ അടുത്ത് ഇന്ന പോലൊക്കെ ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞതിന് ബഹളം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണെന്നിരിക്കട്ടെ. ഖഡ്ഗിയാണെന്നും പറഞ്ഞ ഒരാൾ ഇവിടെ ഇരിക്കുകയാണ്. എന്തൊക്കെ വേഷങ്ങളാണ് അവിടെ കാണിക്കുന്നത്, എന്തൊക്കെ എന്തോ മാജിക്കൊക്കെ അവിടെ നടത്തുന്നത് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് കുഞ്ഞുങ്ങളെ അങ്ങനല്ല, ഇത് സാക്ഷാൽ കലിയുഗ ഖഡ്ഗി തന്നെയാണ് എന്ന് പറയണമെങ്കിൽ വിശ്വാസത്താൽ വ്യവസ്ഥപ്പെടുത്തി ആത്മാവിൽ ഇത് ഉറപ്പിക്കണം. അതില്ല എങ്കിൽ ആ സാഹചര്യത്തിൽ എന്തായിരിക്കും ചെയ്യുന്നത്? ഇപ്പോമാരുടെ ഇടയിലോട്ട് വേണ്ട തല കാണത്തില്ല, വിട്ടേക്കാൻ വിചാരിക്കും. അത് അവിശ്വാസിയുടെ ലക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുന്നിടത്തെല്ലാം പോയി തല വെച്ചു കൊടുക്കണമെന്ന് അല്ലി പറഞ്ഞതിന്റെ അർത്ഥം വിശ്വാസിയാകണം, വിശ്വരൂപം കാണണോ, വിശ്വാസിയാകണം, വിശ്വരൂപം കാണണോ, വിശ്വനാഥീശ്വരൻ ആത്മാവിൽ വാഴണോ, വിശ്വാസിയാകണം, വിശ്വരൂപം കാണണോ.
അവിശ്വാസത്തിന്റെ പോരായ്മയും വളരെ ശുഷ്കിച്ചതാണ്. അവിശ്വാസത്തിന്റെ പോരായ്മയും വളരെ ശുഷ്കിച്ചതാണ്. അവിശ്വാസം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവിശ്വാസം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ, കാരണം എത്രത്തോളം താഴോട്ട് പോകാമോ അത്രത്തോളം പോയിക്കൊണ്ടേയിരിക്കും. കാരണം എത്രത്തോളം താഴോട്ട് പോകാമോ അത്രത്തോളം പോയിക്കൊണ്ടേ. എന്നാൽ വിശ്വാസത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ താഴേക്കെന്നൊരു വാക്കേ ഇല്ല. പിന്നെ ഉന്നതമായി 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 അങ്ങനെ ഗമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഊർധ്വലോകങ്ങളിലേക്ക് ഗമിക്കുവാനുള്ള ഉന്നതമായ ജ്ഞാനത്തെ ആത്മാവിൽ ഭവിപ്പിച്ച് ആത്മരൂപാന്തരം വരുത്തി വിശ്വാസികളാക്കി ആത്മനാഥൻ ലോകത്തിൽ വാഴുമ്പോൾ ധീരരായി നിന്നുകൊണ്ടത് പറയുവാനുള്ള കരുത്തുണ്ടാവണം. അതാണ് ഈ പരിശീലനത്തിലൂടെ ഒക്കെ നിങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 10 വർഷം മുമ്പ് നമ്മുടെ വീണഭക്ത ഇവിടെ ഒന്നും ഇങ്ങനെ സംസാരിക്കുകയില്ല. അനുഭവമില്ലാഞ്ഞിട്ടല്ല, ഈ നിരന്തരമായ പരിശീലനം, ഓരോ നിമിഷവും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്ത, വിദൂര രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് ഗുരുവിനോടുള്ള ബന്ധവും ആർത്തിയും അപ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചുള്ള ചിന്തയും ആ വിശ്വാസത്തെ ബലപ്പെടുത്തി അപ്പോൾ പറയുവാനുള്ള വാക്കുകൾ സ്വാഭാവികമായും സംഭവിക്കുകയാണ്. അപ്പോൾ പറയണം പരമാർത്ഥം പരന്മാരോട് ഓരോന്നായി അനുഭവിച്ചറിഞ്ഞവർ പറഞ്ഞിടണമെന്ന് പറയുന്നത് ഈ വിധത്തിൽ സംഭവ്യമാകുന്ന അവസ്ഥയാണ് ആത്മബോധോദയ സംഘത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. അപ്പൊ അതിനെന്ത് വേണം? അറിവിൽ കൂടിയുള്ള ആശ്രയം ഉണ്ടായിരിക്കണം, നിരന്തരമായ ഭക്തി ഉണ്ടായിരിക്കണം. അങ്ങനെ സ്വയംമായ ഭക്തി സ്വയമേ ഉണ്ടായാൽ സ്വയം പ്രകാശമാം ഗുരുവിനെ കാണാം. ഇത് സാക്ഷാൽ സ്വയം പ്രകാശ സ്വരൂപനായ സദ്ഗുരു അവതാരമായി വന്ന് നിങ്ങൾക്ക് തന്ന വാഗ്ദാനമാണ്. സ്വയംമായ ഭക്തി സ്വയമേ ഉണ്ടായ സ്വയം പ്രകാശമാ ഗുരുവിനെ കാണാം. അപ്പോ വെച്ച് കെട്ടിക്കൊണ്ട് ഭക്തിയായിട്ട് നടന്നാൽ അത് കാണാൻ പറ്റുമോ? ഒരിക്കലും കാണാൻ പറ്റുകയില്ല. അവനവനിൽ ജന്മാന്തരമായി അടങ്ങിയിരിക്കുന്ന അറിവുകളും തേജസ്സുകളും ഉണ്ട്. അതിനെ പോഷിപ്പിക്കുവാനുള്ള കർമ്മങ്ങൾ ചെയ്യണം. അല്ലാതെ ആശ്രമത്തിൽ ചെന്ന് കുറച്ചൊന്ന് വിനയപ്പെട്ട് ഒന്ന് താഴായ്മപ്പെട്ട് കൈകളൊക്കെ കൂപ്പി നടന്നാലേ എല്ലാവരും അംഗീകരിക്കുമെന്ന് കരുതി അത് അഭിനയിച്ചാൽ അത് ദൈവം സ്വീകരിക്കില്ല. അതിന് പകരം സ്വാഭാവികമായും എതിരെ വരുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ എല്ലാം എന്റെ ഗുരുവിൽ നിന്നുണ്ടായതാണ് എന്ന തിരിച്ചറിവിൽ ഒന്ന് വിനയപ്പെട്ട് നമസ്കാരം ഭക്ത എന്ന് പറയാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ ധീരത ഉണ്ടായാൽ അത് ഭക്തനാവട്ടെ ഭക്തയാവട്ടെ ഏത് സാഹചര്യത്തിലാവട്ടെ ഏത് പ്രദേശത്ത് വെച്ചാവട്ടെ ആ വിധത്തിൽ പരസ്പരം അറിയുവാനും നമസ്കരിക്കുവാനും അത് നമ്മുടെ സന്താനങ്ങളെ മാത്രമല്ല ആരെ കണ്ടാലും ലോകത്തിൽ ആരെ കണ്ടാലും എത്ര ദുഷ്ടനെ കണ്ടാലും ആ കൈകൾ ഉയർത്തി ആരെയും വന്ദിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ച ഗുരുവിന്റെ ആ ചോദ്യത്തിന് ഉത്തരം ആരെയും വന്ദിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ ജീവിതത്തിലൂടെ ലോകത്തിൽ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് സ്വയംമായ ഭക്തിയായി മാറുന്നത്. അങ്ങനെ ഭക്തിയുള്ളവരായി തീരുവാൻ, ഭക്തി കൊണ്ട് ഈശ്വരനെ സ്വാധീനമാക്കുവാൻ, ഈശ്വര രൂപത്തിൽ നിന്നുകൊണ്ട് ഗുരുരൂപത്തിലേക്ക് ഉയരുവാൻ നിഷ്കളങ്ക സ്വരൂപനാകുന്ന ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ചൊവ്വാഴ്ച പ്രഭാതം മുതൽ മഹായജ്ഞമാകുന്ന താരാസ്തുതി ആരംഭിക്കുകയാണ്. ഇഹലോകത്തിൽ ഇങ്ങനെ ഒരു കർമ്മം മറ്റെങ്ങുമില്ല.
ത്രിമൂർത്തികളും ഒത്തുചേർന്ന് നിന്ന് നടത്തിക്കൊണ്ടിരുന്ന മഹായജ്ഞത്തെ ഈ ലോകത്തിൽ കൊണ്ടുവന്ന് തന്റെ അരുമ സന്താനങ്ങളെ ഭക്തസന്താനങ്ങളെ ഏകോപിപ്പിച്ചിരുത്തി. എന്നാൽ സൂക്ഷ്മാവസ്ഥയിൽ ദേവീദേവന്മാരെയും ദൂതപരമ്പരകളെ ഇവിടെ വരുത്തി ഇരുത്തിക്കൊണ്ട് ഉന്നതനാകുന്ന പരമാത്മാവ് പ്രത്യക്ഷമായി നിന്ന് പരമാർത്ഥ ജ്ഞാനത്തെ ഓതിഭവിപ്പിക്കുന്ന ഉന്നതമായ വേദിയാണ് മഹാതാരാസ്തുതി. അത് ചൊവ്വാഴ്ച ആരംഭം കുറിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ആ നിയമപ്രകാരം വന്ന് പങ്കെടുക്കുകയും പങ്കെടുക്കാതെ ഭവനങ്ങളിലിരിക്കുന്നവർ ഇവിടെ താരാസ്തുതി നടക്കുന്നു എന്ന ഓർമ്മയോടുകൂടി പ്രത്യേക ചിട്ടയോടുകൂടിയുള്ള ജീവിതം ചെയ്താൽ പട്ടിണി കിടക്കാനല്ല പറയുന്നത്, ആ ഓർമ്മയുണ്ടാവണം. സന്നിധിയിൽ ഇങ്ങനെ ഒരു കർമ്മം നടക്കുകയാണ്, അതിൻ്റെതായ വിശുദ്ധി എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും ഉണ്ടാവണം എന്ന ഓർമ്മയോടുകൂടി ഒരാഴ്ചക്കാലം പ്രത്യേക നിഷ്ഠയോടുകൂടി ജീവിതം ചെയ്താൽ ഇവിടെ നടക്കുന്ന ഈ ആനന്ദ കർമ്മങ്ങളുടെ ഫലം നിങ്ങളുടെ ഭവനത്തിലും അനുഭവിക്കുവാൻ കഴിയും. സത്യം. അങ്ങനെ ഇവിടെയും എവിടെയും ആരെല്ലാം ചിന്തിക്കുന്നുവോ ധ്യാനിക്കുന്നുവോ ആർത്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നുവോ അവിടെ എല്ലാം ആനന്ദം നിറയുവാൻ തക്ക വിധത്തിൽ മഹാശക്തിയും ദേവീദേവന്മാരും ദൂതപരമ്പരകളും ഭക്തലോകം ഒത്തുചേർന്ന് താരാസ്തുതി നടത്തട്ടെ, താരാസ്തുതി നടത്തട്ടെ, താരാസ്തുതി നടക്കട്ടെ, ആനന്ദമായി നടക്കട്ടെ, ആത്മനാഥൻ എഴുന്നള്ളിയെന്ന് ഉന്നതമായി നടത്തട്ടെ. മഹാഗോപുര നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ആർത്തിയോടെ കാത്തിരിക്കുകയാണ്. ഓരോരുത്തരും പലതരത്തിലുള്ള കാലാവധി പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഓരോരുത്തർ പറഞ്ഞു തീർത്ഥാടനമാകുമ്പോഴേക്കും അതിലേക്ക് വരാൻ കഴിയണേ, അത് കഴിഞ്ഞ് പൂരം നടക്കുമ്പോൾ അതിലേക്ക് വരാൻ കഴിയണേ, അത് കഴിഞ്ഞപ്പോൾ ഉത്രാടത്തിന് വരണേ. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ അറിവിൽ നിന്നുകൊണ്ട് പല കാലാവധികൾ പറഞ്ഞ് സ്വയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ച തീരുമാനം ഈ വിധത്തിൽ ലോകത്തിൽ പ്രാവർത്തികമാകുമ്പോൾ ഹൃദയരഞ്ജനയോടുകൂടി ആത്മാക്കൾ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ആ പ്രാർത്ഥനകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അത് വളരെ ക്രമീകരിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് എന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന ആത്മാക്കളെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും സങ്കല്പിക്കുകയും ആർത്തിപ്പെടുകയും ചെയ്യേണ്ടത് ആത്മലോകത്തിന്റെ നിത്യമോക്ഷത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എന്തുകൊണ്ട്? എത്രയോ കാലമായി എന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന ചിന്തയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. ആ ചിന്ത ആരംഭിച്ച് എത്രയോ ശരീരം മാറി ഞാൻ സ്വീകരിച്ചു. അതിലെല്ലാം ഇരുന്നു കൊണ്ട് അതിൻ്റെതായ രൂപരേഖകളൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഇന്നിത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ അന്ന് ആഗ്രഹിച്ച് കടന്നുപോയ എത്രയോ സന്താനങ്ങളുണ്ടായിരുന്നു. അതിനുവേണ്ടി എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തവരുണ്ടായിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്കാണ് ഇതിന്റെ ഫലം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കാത്തിരിപ്പ് ഒരു കാത്തിരിപ്പാണോ? നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരു പ്രാർത്ഥനയാണോ? നിങ്ങളുടെ സങ്കല്പങ്ങൾ സങ്കല്പങ്ങളാണോ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെറുതായിപ്പോയെന്നോ മോശമായിപ്പോയെന്നോ അല്ല. അതിന് സമയപരിധി വെച്ച് പ്രാർത്ഥിക്കാനല്ല തയ്യാറാകേണ്ടത്. ഏറ്റവും വേഗം സാധിക്കണമെന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ അതിനകത്ത് ഏറ്റവും പ്രധാനമായി വരേണ്ടത് എന്താണ്? തിരുഹിതമായി പൂർത്തീകരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ആ തിരുഹൃദയത്തിൽ എങ്ങനെയാണോ അത് സ്വരൂപിച്ചിരിക്കുന്നത് അങ്ങനെ രൂപീകരിച്ച് കാണുവാനടി നിങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് എന്റെ ഹൃദയത്തിൽ
കുഴപ്പമൊന്നുമില്ല. കാരണം ദൈവ ഇഷ്ടമല്ലാതെ ആത്മബോധോദയ സംഘത്തിൽ ഒന്നും നടക്കുകയില്ല. അങ്ങനെ നടത്താം എന്നൊരാൾ വ്യാമോഹിച്ചാൽ ആ ആളില്ലാതായി പോവുകയുള്ളൂ, ഈ കർമ്മം മുടക്കുകയില്ല. അതുകൊണ്ട് ദൈവ ഇഷ്ടം ചെയ്യുവാൻ എൻ്റെ അടുത്ത് വന്ന് ഒരാൾ അദ്ദേഹത്തിന്റെ ഗൃഹപ്രവേശനത്തിന് ഇവിടെ നിന്ന് ഒരാളിനെ വിടണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വ്യക്തിപരമായി പല ആളുകളോടും ചില അതൃപ്തിയുള്ള ഒരാളാണ്. അത് വളരെ വ്യക്തമായി കാണിക്കുകയും പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനുവേണ്ടി വന്ന് ചോദിച്ചപ്പോൾ ചോദിക്കുകയല്ലായിരുന്നു, അത് ശരീരപ്രകാരം അന്ന് അടുത്ത് നിന്ന് ഈ ശരീരത്തോട് പറയുകയായിരുന്നു, ഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു. അപ്പൊ ഇത് തിരുമുമ്പാകെ ഉണർത്തിച്ച് അതിനൊരാളിനെ തീരുമാനിച്ചറിയിച്ചപ്പോൾ ഭാഗ്യവശാൽ ആ ആളിന് പ്രീതിയുള്ള ഒരാളപ്പോൾ അടുത്തുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ ഇന്നാരെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വിളിച്ചു പറഞ്ഞു, ഇന്നാരെ നിശ്ചയിച്ചിട്ടുണ്ട്, സമയത്തിനങ്ങ് വരുമെന്ന് പറഞ്ഞു. അപ്പോ ചോദിച്ചു, ആ ആൾ മനഃപൂർവ്വം അങ്ങനെ ചോദിച്ചു മേടിച്ചതല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല, അത് ഭഗവാൻ തീരുമാനിച്ചതാണ്, അല്ലാതെ ചോദിച്ചു വാങ്ങിച്ചൊന്നും അല്ലെന്ന് പറഞ്ഞു. അല്ലാതെ ചോദിച്ചു വാങ്ങിച്ചൊന്നും അല്ല, വിശ്വാസമായില്ല. അപ്പോ അവരവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾ ഗുരുവിന്റെ കൽപ്പനപ്രകാരമായാലും ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് പ്രകടമായത്. പ്രീതിയുള്ള ആൾ അടുത്ത് നിന്നതുകൊണ്ട് ആ ആൾ പിന്നീട് വിളിച്ചു പറഞ്ഞു, ഇന്നതുപോലെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, ഞാൻ കേട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മനസ്സില്ലാ മനസ്സോടെ അതങ്ങ് സമ്മതിച്ചു. പക്ഷേ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത് പ്രയോജനമായി വന്നില്ല. ഭവനം ഇപ്പോഴും ഉപയോഗശൂന്യമായി കിടക്കുക. കാരണം ഗുരുനിന്ദ്യം വന്നാൽ അവിടെ ഒന്നും പ്രയോജനമായി വരികയില്ല. അതുകൊണ്ട് ഗുരുവിനെ നന്നായി അറിഞ്ഞ് ജീവിക്കാനാണ് എന്റെ സന്താനങ്ങൾ പരിശീലിക്കേണ്ടത്. അല്ലാതെ അടുത്ത് നിൽക്കുന്നവർ അങ്ങനെയാണ്, കൂടെ നിൽക്കുന്നവർ അങ്ങനെയാണ്, എല്ലാവരുടെയൊക്കെ കാര്യങ്ങളാൽ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ആത്മബോധോദയ സംഘം നടത്തുന്നത് ആത്മനാഥനാണെന്നുള്ള സത്യം നിങ്ങൾ അറിയണം. ദൈവ സന്നിധാനം, ദൈവ സന്നിധാനം, ദൈവം തന്നെ നടത്തുന്ന ദൈവ സന്നിധാനം, അവസ്ഥ. എന്നാൽ കൂടെ പ്രവർത്തിക്കുന്ന പല ആളുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? അവർ കൂടെ നിന്ന് പ്രവർത്തിക്കുമ്പോ ഇതുപോലെ പല പഴിദോഷങ്ങളും പലരും പറയും. ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുത്ത് നടത്തുമ്പോ ഇന്നാരും പറഞ്ഞതുകൊണ്ടാണ് അമ്പൂറ്റി അത് അങ്ങനെ ചെയ്തത് എന്ന് പറയും. അപ്പൊ ഇവരത് കേൾക്കാനിടയാവും. അപ്പൊ പറയാം, അമ്പൂറ്റി ഇന്നാരൊക്കെ ഇന്നതുപോലൊക്കെ പറയുന്നത് ഞാനിത് മനസ്സാവാച അറിഞ്ഞതല്ല എന്ന് ഈ കൂടെ നിൽക്കുന്ന ആള് പറയും. ആ ആള് കുറച്ചങ്ങോട്ട് മാറിക്കഴിയുമ്പോ അല്ലെ കുറച്ച് സമയം കഴിയുമ്പോ മറ്റൊരാൾ അടുത്ത് നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. അപ്പോ ഈ അനുഭവം ഉണ്ടായ ആൾ പറയുന്നത് എന്താണ്? ആ ആൾ ഇപ്പോ നിലവിലുള്ള ആൾ പറഞ്ഞിട്ടാണ് ഇത് നടക്കുന്നത് എന്നാണ്. എന്തുകൊണ്ടാണിത്? അറിവാത്മാവിൽ ഭവിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം സംശയം ഉണ്ടാകുന്നത്. അപ്പോ നമുക്ക് എന്താണ് വേണ്ടത്? അറിവോടുകൂടി
ഗുരുവിനെ സ്വീകരിക്കാനും വിശ്വസിക്കുവാനും ആത്മാക്കൾ തയ്യാറാകണം. അല്ലാതെ ഒരു വേഷം കെട്ടൽ ഇങ്ങനെ വരികയും പോവുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഭക്തി കൊണ്ട് ഈശ്വരനെ സ്വാധീനമാക്കിയിടുവാനായി ഭക്തി എങ്ങനെയുള്ളവർക്ക്? ഭക്തരായിട്ടുള്ളവർക്ക്. ഭക്തരെന്ന് പറഞ്ഞാൽ ആരാണ്? ഭക്തൻ പരിപൂർണ്ണൻ മനമുൾക്കണ്ണു തെളിഞ്ഞോ മുക്തി അറിവ് കൊണ്ട് ഗുരുവിനെ സ്വീകരിച്ച് ഗുരുവിന്റെ അറിവിനെ ആദരസമന്വിതം സ്വീകരിച്ച് ഭക്തിയോടുകൂടി ജീവിതം ചെയ്യണം. അപ്പോൾ ഗുരുവിൽ നിന്നുള്ള കാരുണ്യം നിരന്തരമായി അവനിലേക്ക് വഴിഞ്ഞൊഴുകുന്നത് കാണാം. അങ്ങനെ മഹാകാരുണ്യം നിത്യവും അനുഭവിച്ച് നിത്യവും നന്മയെ ചിന്തിച്ച് നിത്യവും നന്ദിയിൽ ജീവിക്കുവാൻ എന്റെ ഭക്തന്മാർക്കും ഭക്തകൾക്കുമെല്ലാം ഈശ്വരൻ കരുത്തായി കൂടെ വാഴട്ടെ. അപ്രകാരം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മഹാഗോപുരം ഉന്നതമായ വിധത്തിൽ അതിന്റെ പരിപൂർണ ശോഭയോടെ ശക്തിമത്തായ നിലയിൽ പൂർത്തീകരിച്ചു തരുവാൻ ദൈവമുമ്പാകെ നമുക്ക് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാം. അതിനായി ഉന്നതമായ ഒരു ജന്മത്തെ, അതിന്റെ സവിശേഷ ഗുണവിശേഷങ്ങളുള്ള ഒരു ജന്മത്തെ ഈശ്വരൻ സ്വീകരിച്ച് അതിലേക്ക് ഉൾപ്രവേശനം ചെയ്ത് നിന്നുകൊണ്ട് അതിന്റെ രൂപങ്ങളൊക്കെയും അതിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്രകാരം പ്രതിബിംബിച്ച് നിൽക്കുന്നത് കൊണ്ട് ആത്മദീപം എന്ന് നാമകരണം ചെയ്ത് നമ്മൾ വിളിക്കുകയാണ്. ആത്മദീപത്തെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ എപ്പോഴും ജഗദീശ്വരൻ കാത്തുരക്ഷിക്കട്ടെ. അതോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന രാജഗോപാലിനെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാം ഈശ്വരന്റെ തൃക്കരങ്ങളിൽ എപ്പോഴും കാത്തുരക്ഷിക്കട്ടെ. ഏതാണ്ട് 700-ൽ പരം ഗോപുരം നിർമ്മിച്ച ആളാണ് നമ്മുടെ ഇതിന്റെ സ്ഥപതിയായി നിൽക്കുന്ന രണ്ടാമത്തെ ആളായ ദേവരാജൻ. എന്നാൽ ഇതുവരെയും അദ്ദേഹത്തിന് സ്വന്തമായൊരു ഭവനം ഉണ്ടായിരുന്നില്ല. ഈ ശുഭാനന്ദ ഗോപുരം നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി ഭൂമി വാങ്ങി. അത് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് തന്നെ വാങ്ങി. അവിടെ 3 നിലയിലൊരു ഭവനം നിർമ്മിച്ച് ഈ വരുന്ന 17-ാം തീയതി എന്റെ പ്രവേശന കർമ്മം നടക്കുകയാണ്. ഈശ്വരന്റെ അത്ഭുതങ്ങളാണ് ഇതെല്ലാം. നമ്മളിവിടെ നിന്ന് അളവില്ലാതെ ഒന്നും അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. വളരെ കണക്കുകൂട്ടിയാണ് നമ്മുടെ രാജഗോപാൽ എല്ലാവർക്കും സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അതിനകത്ത് എനിക്ക് വളരെയേറെ സന്തോഷവുമുണ്ട്. കാരണം അത്ര ശ്രദ്ധയോടുകൂടിയാണ് ഈ ധർമ്മധനം അദ്ദേഹം ഉപയോഗിക്കുന്നത്. അത് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞാൻ കണ്ണുമടച്ചങ്ങ് പറയുകയല്ല. അത് എല്ലാ കാര്യങ്ങളും എന്നെ അറിയിച്ച് അതിന്റെ അനുവാദം വാങ്ങി വളരെ കൃത്യതയോടുകൂടിയാണ് അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വാരിക്കൊടുത്തിട്ടല്ല, ഈശ്വരൻ പ്രകൃതിയിൽ കൂടി അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയായിരുന്നു. അതുപോലെ പല കാര്യങ്ങളും ഉണ്ട്, ഇപ്പോൾ ഞാൻ വിസ്തരിക്കുന്നില്ല. എങ്കിലും പരമപ്രധാനമായ ഒരു കാര്യമാണ് നമ്മുടെ വേലുസാറിന് പത്മശ്രീ ലഭിച്ചത്. ആ വിധത്തിൽ ഒത്തുജീവിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും
ഈശ്വരൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വിധത്തിലുള്ള അനുഭവങ്ങളും ഐശ്വര്യങ്ങളും ഈശ്വരൻ ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഐശ്വര്യ സമ്പൂർണമായത് പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ സുഖത്തിൽ അതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് അത് പൂർത്തീകരിക്കുവാൻ ആ അനുഭവത്തിയാകുന്ന ദൈവം അനുവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ധാരാസ്തുതി ആനന്ദമായി നടക്കട്ടെ. സമാധി ദിനാചരണം ഭക്തിസമന്വിതമായി നടക്കട്ടെ. വളരെ കൃത്യമായി സമാധി ദിനാചരണം നടത്തണം. ഒരു നേരത്തെ അരിയാഹാരത്തോടുകൂടിയുള്ള വൃതാചരണമാണെന്ന് നടക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ച ഞാൻ അറിയിച്ചതുപോലെ എല്ലാ ശാഖാശ്രമങ്ങളിലും ഒത്തുചേർന്ന് പ്രാർത്ഥനകൾ നടത്തുക. ആശ്രമങ്ങളില്ലാത്ത സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒത്തുകൂടി പ്രാർത്ഥന നടത്തുക. കഴിയുന്നിടത്തോളം ആളുകൾ ഇവിടെ വന്ന് പങ്കുചേരുക. എല്ലാം ഉന്നതമായി നടക്കട്ടെ. ഇന്നേ ദിവസം സത്യം കേട്ട എല്ലാ സന്താനങ്ങളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സത്യത്തിൽ കൂടി ജീവിച്ച് ഈ ആദർശത്തിൽ കൂടി വളർന്ന് ആനന്ദം അനുഭവിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ നേർച്ചകളും ഇതാ സ്വീകരിക്കുന്നു. അകാലത്തിൽ പൊലിഞ്ഞു പോയ ഒരു ആത്മാവിന് വേണ്ടി ഇന്നൊരു നേർച്ച സ്വീകരിച്ചു. സാധുവായ ഒരു ആത്മാവായിരുന്നു. രണ്ട് കുഞ്ഞുങ്ങളും ഭർത്താവുമുണ്ട്. സ്വന്തം മകനെ പോലെ കരുതുന്ന ഒരു കുഞ്ഞുണ്ട്. അവർക്കാർക്കും ഒരു ദുഃഖവും വരാതെ സർവശക്തി ആത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നു. തുടർന്നുള്ള ജീവിതത്തിൽ ഈ സാധുക്കൾക്കൊക്കെയും ആദർശത്തിൽ കൂടി വളർന്നു വരുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ സന്താനങ്ങളെയും ഞാനിതാ ദർശിക്കുകയാണ്.